അവർ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിങ്ങളെല്ലാം കൂടി ചേർന്നുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള കള്ള നുണ പ്രചരണത്തെയും അഭിമുഖീകരിച്ചത് ഞങ്ങളുടെ 10,000-കണക്കിന് സഖാക്കളുടെ നാക്കുകൊണ്ട്. അത് ഓരോരുത്തരും വീട് കയറിയിട്ട് തന്നെയാണ്. മണ്ഡലം കമ്മിറ്റി മെമ്പർമാരും ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഉൾപ്പെടെ ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തകരാകെ പല പ്രാവശ്യങ്ങളിലായിട്ട് വീട് കയറി അവരോട് സംസാരിച്ച് കൃത്യതയോടുകൂടി ഈ ഇലക്ഷൻ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ടുള്ളവരോടാണ് ഞാൻ ആദ്യം നന്ദി പറഞ്ഞത്. അവരെയാണ് ഞാൻ അഭിവാദ്യം ചെയ്തത്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം സംഘടനാപരമായിട്ട് കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. വനവാസത്തിലേക്ക് പോകുന്നൊക്കെ അദ്ദേഹം പറയുന്നത് 100 സീറ്റ് 100+ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷമിച്ചോളും. ആ പറഞ്ഞതെല്ലാം വെച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ അതേപോലെ നടക്കണമെന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDF-ന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. പ്രതിപക്ഷ വസ്തുനിഷ്ഠമായിട്ട് ആരാണ് കേരളം ഭരിക്കുക എന്നുള്ളത് 9-ാം തീയതി തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോട് നമ്മളെ മനസ്സിനെ പൊരുത്തപ്പെടുത്തുന്ന പണി മാത്രമേ 4-ാം തീയതി ഉള്ളൂ. അതിനിടയിൽ അവലോകനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ വ്യക്തമായ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.